ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ ഈ ദൈവദാനത്തിൻ്റെ മുമ്പാകെ ഒരു സാക്ഷ്യത്തിനായി എന്നെ എഴുന്നേൽപ്പിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് എൻ്റെ ഭാര്യയും ഒരു മകനും മകളുമാണ് എൻ്റെ കുടുംബം. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കർഷക കുടുംബത്തിൽ. 2 ആൺമക്കളിൽ മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് എൻ്റെ അപ്പനമ്മമാർ എന്നെ വളർത്തിയത്. എന്നാൽ ഞാൻ ഭയങ്കര കുസൃതിയും വാശിക്കാരനുമായിരുന്നു. ചെറുപ്പത്തിലേ തോന്നുന്നു എനിക്ക് നല്ല അടി കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസകാലം ആരംഭിച്ചപ്പോൾ അപ്പച്ചൻ എൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ എന്നെ ആക്കി. വളരെ പ്രതീക്ഷയോടെയാണ് അപ്പച്ചൻ എന്നെ സ്കൂളിലാക്കിയത്. എന്നെ പഠിപ്പിച്ച് എനിക്ക് നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ ആഗ്രഹം. അങ്ങനെ അപ്പച്ചൻ എന്നെ 1-ാം ക്ലാസ്സിൽ അവിടെ കൊണ്ടുവന്നാക്കി. എനിക്ക് 1-ാം ക്ലാസ്സിൽ തൊട്ട് ട്യൂഷനെല്ലാം എൻ്റെ അപ്പച്ചൻ ഏർപ്പാടാക്കി തന്നു. അങ്ങനെ ഞാൻ 3-ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും ഞാൻ പഠിത്തത്തിൽ ഉഴപ്പനായി. എൻ്റെ സാറുമാർ എന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്നെ നന്നായി ശിക്ഷിക്കുമായിരുന്നു. ശിക്ഷ എന്ന് പറഞ്ഞാൽ പോരാ, എന്നെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്നെ തല്ലി എൻ്റെ തുടയെല്ലാം പൊട്ടിയും എനിക്ക് വീട്ടിൽ പോയി പറയാൻ അത് ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞ അപ്പച്ചൻ്റെ ഒന്നും തല്ലുകൊള്ളും. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചാണ് ഞാൻ പഠിച്ചത്. എനിക്ക് പഠിത്തത്തോട് എനിക്ക് വെറുപ്പായി, പഠിത്തത്തോട് എനിക്ക് ദേഷ്യമായി, അധ്യാപകരെ കാണുന്നത് എനിക്ക് പേടിയായി, സ്കൂളിൽ പോകുന്നത് എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ പഠിത്തത്തെ വെറുത്ത് ഉപേക്ഷിച്ചു. എൻ്റെ തല്ലുന്ന അധ്യാപകരോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമായി. അവരോട് എങ്ങനെയെങ്കിലും ഇതിന് പകരം വീട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ചെറുപ്പത്തിലേ വന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ്റെ ആഗ്രഹം ഞാൻ നടത്താതെ പോയി. അങ്ങനെ 7-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഞാൻ ഹൈസ്കൂളിലേക്ക് ചേർന്നപ്പോൾ വേറെ സ്കൂളിലാണ് എന്നെ ആക്കിയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നേരെ മറിച്ചായിരുന്നു. അങ്ങനെ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചൻ എൻ്റെ മദ്യപാന നിമിത്തം ഉള്ള അസുഖത്താൽ എൻ്റെ അപ്പച്ചൻ 49-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പച്ചൻ്റെ മരണം ഞങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായിരുന്നെങ്കിലും എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചതുപോലെയായി. കാരണം എൻ്റെ വീട്ടിൽ അമ്മയും ഞാനും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. ഞാൻ 8-ാം ക്ലാസ്സിൽ തന്നെ പഠിത്തം നിർത്തുവാൻ തീരുമാനിച്ചെങ്കിലും എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ 10-ാം ക്ലാസ് വരെ പോകാൻ തീരുമാനിച്ചു. എന്നാൽ 10-ാം ക്ലാസ്സിലേക്ക് ഞാൻ ഹൈസ്കൂളിൽ ഞാൻ ശരിക്കും ഉഴപ്പി. അന്ന് സ്കൂൾ രാഷ്ട്രീയങ്ങളെല്ലാം ഉണ്ട്. ആ രാഷ്ട്രീയ രംഗത്തെല്ലാം ഞാൻ നിന്നു. സമരരംഗത്തെല്ലാം ഞാൻ സമരം ചെയ്യുവാൻ നിന്നു. ക്ലാസ്സെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഞാൻ സിനിമയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പോയി. ഞാൻ പുകവലിയെല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ് പരീക്ഷ വന്നപ്പോൾ ഞാൻ അല്പം പോലും ബുക്ക് തുറന്നു നോക്കാതെയാണ് ഞാൻ പരീക്ഷ എഴുതിയത്. എനിക്ക് പാസ്സാകണമെന്ന് ഒരു നിർബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ പുസ്തകമെല്ലാം ഞാൻ വലിച്ചു വീക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ കൃഷി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ശരിക്കും അധ്വാനിപ്പാനും കൃഷിയെല്ലാം നോക്കി നടത്തുവാനും വളരെ നല്ല രീതിയിൽ കൃഷിയെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയി. എന്നാൽ അധികം നാളും എനിക്കത് ചെയ്യുവാൻ സാധിച്ചില്ല. കാരണം ഞാൻ ലോകത്തിൻ്റെ മ്ലേച്ഛതയിലേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ സിനിമയ്ക്ക് അടിമയായി. ഞാൻ സിനിമാ കഥകളും സിനിമാ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി. അതുപോലെ ചെറുപ്പത്തിലെ തന്നെ നായാട്ടും തോക്കും എനിക്ക് ഹരമായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും നായാട്ടിനായി പോകുമായിരുന്നു. അതുപോലെ എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ മുൻപന്തിയിൽ നിന്നു. രാഷ്ട്രീയത്തിൽ ഞാൻ പല അടിപിടികളെല്ലാം ഉണ്ടാക്കി. ഈ 3 കാര്യങ്ങളുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ മികച്ചതകളും എനിക്ക് സംഭവിച്ചു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് ഞാൻ പഠിച്ച സ്കൂളിൽ ആനിവേഴ്സറി നടക്കുകയാണ്. ആനിവേഴ്സറി നടന്നപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു അവിടെ കടന്നുപോയി ഞങ്ങൾ ഉദ്ധരിച്ച അധ്യാപകനെ നമുക്ക് ചോദ്യം ചെയ്യണം, പകരം വീട്ടണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിലേക്ക് കടന്നുപോയി. ആ സ്കൂളിൽ ചെന്ന് ആ ആനിവേഴ്സറി എല്ലാം ഞങ്ങൾ കുളമാക്കി അധ്യാപകനായിട്ട് ഞങ്ങൾ വാക്കുതർക്കമുണ്ടാക്കി. അധ്യാപകൻ എങ്ങനെയോ അതറിഞ്ഞിട്ട് ഓടി സ്റ്റാഫ് റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ അധ്യാപകനെ ഞങ്ങൾക്ക് അന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് മുമ്പോട്ട് പോയി 27-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ വിവാഹം നടന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ജീവിത പങ്കാളി എൻ്റെ ദൈവം ഞങ്ങൾക്ക് തന്നു. എൻ്റെ ഭാര്യ എനിക്ക് കിട്ടിയത് വലിയ കൃപയായിപ്പോയി. എന്നാൽ ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾ വലിയ സ്നേഹത്തിലായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളായി. കാരണം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പ്രകൃതം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയതെന്നല്ല. കാരണം മുറുക്കി ചൊമ്പിച്ച് കാജാവീടിയും വലിച്ച് ഈ നായാട്ടും ഈ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന എന്നെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഞാൻ അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ 2 മക്കളെ ദാനമായി തന്നു. ആ മക്കളെ കൊണ്ട് ഞങ്ങൾ പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പരാജയം വന്നത്.
പരാജയം വന്നപ്പോൾ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അനിയനും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വഴക്കാളിയായി. ആ വഴക്ക് എല്ലാം വന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടന്മാർ അതറിയുകയും അവർ എൻ്റെ വീട്ടിലേക്ക് വരികയും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്കുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് 2 ഭാഗം വെച്ച് തന്നു. എന്നോട് വീട് പണിത് എത്രയും വേഗം മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വീട് പണിയാൻ എൻ്റെ കയ്യിൽ അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കാരെല്ലാവരും എന്നെ സഹായിച്ച് അങ്ങനെ ഞാൻ വീട് പണി ആരംഭിച്ചു. വീട് പണി തുടങ്ങി അന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാറി ഞങ്ങൾക്ക് അസുഖം വരാൻ തുടങ്ങി. ആ വീട് പണിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾക്ക് അസുഖം വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വാർക്ക ഒരു പ്രകാരത്തിൽ തീർത്തു. ആ വാർക്ക നനയ്ക്കുന്നതിന് വേണ്ടി ഞാൻ സൺഷൈഡിൻ്റെ മുകളിൽ കയറിയതാണ്. അവിടുന്ന് ഞാൻ വീഴുകയും എൻ്റെ നട്ടിലിന് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ വീട് പണി എന്നേക്കുമായി അവസാനിച്ചു. ഞാൻ അങ്ങനെ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാതെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേട്ടനും ചേച്ചിയും അവർ എൻ്റെ ബന്ധക്കാരും കൂടിയാണ്. അവർ സുവിശേഷകരാണ്. അവർ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അവർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, വീട് പണിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവരുടെ വീട് പണിയിനോർത്ത് പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ 3 വയസ്സായ മകളും എൻ്റെ ഭാര്യയും കൂട്ടി ആ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയതും എൻ്റെ ഒരു കാരണമില്ലാതെ എൻ്റെ മകൾ അതിശക്തമായി കരയാൻ തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകും വിധം എൻ്റെ മകൾ ഭയങ്കര കരച്ചിൽ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ വലിയൊരു ബന്ധനമുണ്ട്. ആ ബന്ധനം നിങ്ങൾക്ക് അഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീട് പണി എത്രയും വേഗം തീർത്ത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ എന്നോടിതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ദേവദാസനെ കളിയാക്കി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞില്ല, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികം വന്നപ്പോൾ എൻ്റെ ഭാര്യ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വീട് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പേടി, കാരണം ആ ഭവനത്തിൽ ഞങ്ങൾക്ക് ചെല്ലാൻ പേടിയായിരുന്നു. എന്നാൽ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട് പണിതവർ ഞങ്ങൾ വീട്ടിലേക്ക് എന്നെ തേടി വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണിയില്ല, നമുക്ക് വീട് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ പോലും ഞാൻ തേടി പോകേണ്ടതായിട്ട് വന്നില്ല. എല്ലാവരും വന്ന് വളരെ ഉത്സാഹത്തോടെ എൻ്റെ വീട് പണി എല്ലാം തീർക്കുവാൻ സാധിച്ചു. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ തലയാഴ്ചയിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പോഴൊന്നും ആ ദേവദാസനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്തില്ല. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം കിടക്കാൻ കാലത്ത് ആ ദേവദാസനെ ഓർക്കുകയും അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം അപ്പോഴാണ് ഓർക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയ ഒരു വിശ്വാസമായി. അതിരാവിലെ തന്നെ ഞാൻ ദേവദാസൻ്റെ അടുക്കൽ ചെന്നു. ദേവദാസനോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദേവദാസൻ എന്നെ അവിടെ നിർത്തി ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായ ദേവദാസൻ്റെ കൂടെ ദൈവവേലയ്ക്കുമായി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ആ നാട്ടിലെല്ലാം ചെറിയ ദൈവവേലകളെല്ലാം സംഘടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005 ഞാൻ ഒരു സുവിശേഷ യോഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ വചനങ്ങളാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ കുടുംബമായി അവിടേക്ക് കടന്നു പോകാൻ തുടങ്ങി. അവിടെ തുടങ്ങിയപ്പോൾ എപ്പോഴും എനിക്കൊന്നും അറിയില്ല, ഈ ദൈവവചനം എന്നെ തൊട്ടു. എൻ്റെ ആളത്വം മാറി. ഒരു ദൈവിക സമാധാനം എന്നിലേക്ക് കടന്നു വന്നു, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ പുകവലിയും മദ്യപാനവും എല്ലാം ഞാൻ പോലും അറിയാതെ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾക്കൊരു തൊഴിലില്ലായിരുന്ന ഞങ്ങൾക്ക് ഒരു തൊഴിൽ ലഭിക്കുകയും ആ തൊഴിൽ കൊണ്ട് ഞങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് വീണ്ടും എൻ്റെ മറന്നു കിടന്ന പാവങ്ങളെല്ലാം എൻ്റെ ദൈവം കാണിച്ചു തന്നത്. ഉദ്ധരിക്കാൻ പോയ അധ്യാപകൻ്റെ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ വേഗം പ്രാർത്ഥിച്ചൊരുങ്ങി അധ്യാപകൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഞാൻ അധ്യാപകനോട് ക്ഷമ ചോദിച്ചു. അധ്യാപകൻ ചോദിച്ചു, നിനക്കിപ്പോൾ എന്താ പറയാൻ കാരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വചനം കേട്ടു, എനിക്കൊരു ഇതൊക്കെ ചെയ്ത് പാപമായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ അധ്യാപകന് എന്നോട് വലിയ സ്നേഹമായി. അങ്ങനെ ഞാൻ 2 പേർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം കൊടുക്കാണ്ടിരുന്നതാണ്. എന്നാൽ അതെല്ലാം അതിൻ്റെ ഇരട്ടിയായി കൊണ്ടുപോയി കൊടുക്കുവാനും പലരോടും എനിക്ക് നിരപ്പാകുവാനും ദൈവം അവസരം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും എന്നെ കളിയാക്കി. നാട്ടിലെല്ലാവരും പറഞ്ഞു അവൻ പെന്തിക്കോസ്ത് സഭയിൽ പോയെന്ന്. അങ്ങനെ എങ്ങനെ നടന്നവനാൻ, പുലി പോലെ നടന്നവൻ ഇപ്പോൾ എലി പോലെയായി എന്നും പറഞ്ഞാൽ പലരും പല രീതിയിലും എന്നെ കളിയാക്കി. അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. ഞാൻ ദൈവമക്കളുടെ കൂടെ പല ദേശത്തും ദൈവവേലയ്ക്ക് പോയി എൻ്റെ വീട്ടിലെ യോഗങ്ങളിൽ സംഘടിപ്പിച്ചു. എൻ്റെ ബന്ധക്കാരെയും ചേർച്ചക്കാരെയും അയൽവക്കക്കാരെയും എല്ലാം ഞാൻ വചനം കേൾപ്പിച്ചു. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വേലകളെല്ലാം ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് 2 പ്രതിസന്ധികൾ കടന്നു വന്നത്. അത് ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അധികമായിരുന്നു. എന്നാൽ അതെല്ലാം എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാക്കി തന്നു. അതിലെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ജയജീവിതം തന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് 2018-19 ആയപ്പോൾ എനിക്ക് ആ കൂട്ടായ്മയോട് ഒരു അകൽച്ച വന്നു.
എനിക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇനിയും അതിൽ നിന്ന് പിന്മാറണമെന്ന് വിചാരിച്ചു. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ കൊറോണ എല്ലാം വരുന്നതും യോഗങ്ങളെല്ലാം നിർത്തിവെച്ചതും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കിന്ന് യോഗത്തിനൊന്നും പോകണ്ട, ടി വി പ്രോഗ്രാമുകളെല്ലാം കണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ ടി വി പ്രോഗ്രാമുകളെല്ലാം കണ്ട് അതിൽ ആശ്രയിച്ചും പോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സാത്താൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിലെ ഐക്യമില്ലാതെയായി. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഞങ്ങൾ പോയപ്പോഴാണ് നവീന സഭകളിലുള്ള അവർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ബൈബിൾ ക്ലാസ് എടുക്കുകയും വചനങ്ങൾ പറഞ്ഞു തരികയും എല്ലാം ചെയ്തത്. അങ്ങനെ അവരുടെ സഭയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ സഭ മാറിപ്പോകാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതിനാൽ ഞങ്ങൾ ആ സഭയിലേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നടക്കുമ്പോഴാണ് വീണ്ടും കൊറോണയെല്ലാം മാറി വചനങ്ങളെല്ലാം തുടങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വചനത്തിന് പോകണമെന്ന് നിർബന്ധം പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാത്ത സ്ഥലത്ത് നീ പോകണ്ട എന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു. അങ്ങനെ എവിടെ പോകണം, അന്ന് എവിടെയെങ്കിലും എനിക്ക് വചനം കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ദൈവദാസൻ എന്നെ ഫോൺ ചെയ്യുന്നത്. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഞാൻ അവിടെ യോഗത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ മൂവാറ്റുപുഴയുള്ള ജോൺ കുര്യാക്കോസ് സാറിൻ്റെ ഭവനത്തോട് ചേർന്നുള്ള ഹോളിൽ ഒരു പ്രാർത്ഥനാ യോഗം ദൈവം സഹായിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും നന്നായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആ സാറിൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള വിളിയിൽ ഞാൻ ഒരു ഞായറാഴ്ച ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് കടന്നു വന്നു. ഈ ഹോളിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു ദൈവസ്നേഹം എന്നെ പിടിച്ചപ്പെട്ടു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു, വചനങ്ങൾ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എന്നെ എത്തിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയും പിന്നെ യോഗത്തിന് വരാൻ തുടങ്ങി. അത് വലിയൊരു അനുഗ്രഹമായി മാറി. ഞങ്ങൾക്ക് ഇപ്പോൾ കളഞ്ഞുപോയ ദൈവസമാധാനം ഞങ്ങൾക്ക് തിരികെ ലഭിക്കാനിടയായി. അങ്ങനെ എൻ്റെ ഭാര്യയിൽ ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. അവൾ വചനം വായിക്കുകയും ബൈബിൾ ക്ലാസ്സിലെല്ലാം പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഈ കഴിഞ്ഞ ഈ 17-ാം തീയതി ഞങ്ങളുടെ വിവാഹ വർഷമായിരുന്നു. ഞങ്ങൾക്ക് 32 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. എൻ്റെ ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹം വന്നത്. അങ്ങനെ അവൾ 2 പ്രാവശ്യം LTC പരീക്ഷ എഴുതെങ്കിലും 2 പ്രാവശ്യം അവൾ തോറ്റുപോയി. അങ്ങനെ ഞാൻ വിഷമൻ ദൈവദാസനോട് മറുപടി പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, മോളോട് ധൈര്യമായി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം അവൾ എഴുതി പാസ്സായി. അവൾ ഇന്ന് ഓസ്ട്രേലിയയിൽ പഠനത്തിനായി പോയിരിക്കുകയാണ്. എൻ്റെ മോനാണെങ്കിൽ അവൾ MBA എല്ലാം കഴിഞ്ഞ് എറണാകുളത്തൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു നെഞ്ചുവേദന വരികയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായും അവരെൻ്റെ ECG നോക്കി പല ടെസ്റ്റുകളും ഒരുപാട് ടെസ്റ്റുകളെല്ലാം നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ അതിലൊന്നും പ്രശ്നങ്ങളില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ഈ ദേവദാസൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ഇത് അറിഞ്ഞിട്ട് വിളിച്ചതല്ല. അപ്പോൾ ഞാൻ ദേവദാസനോട് പറഞ്ഞു, എൻ്റെ സാറേ, ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, ആൻജിയോഗ്രാം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ദേവദാസൻ ഉടനെ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഇന്ന് വൈകുന്നേരം യോഗം കൂടുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാമിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, അതെല്ലാം മരുന്ന് കഴിച്ച് മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ ദൈവം എന്നെ കാത്തു. എൻ്റെ മോൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവനൊരു കാര്യം എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, നിസ്സാര കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുവെന്ന്. ആ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിൻ്റെ പപ്പയും ഇതുപോലെ ആയിരുന്നു, ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എന്നാൽ ഈ വചനം കേട്ട് നീ ഒരുപാട് മാറ്റം എൻ്റെ പപ്പയ്ക്ക് കണ്ടില്ലേ, നീയും വചനം കേൾക്കണം, മാനസാന്തരപ്പെടണം, നീ ആ ദേഷ്യപ്പെട്ടവരോടെല്ലാം മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ മകനും എൻ്റെ മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ ഭൂമിയിൽ ദൈവമക്കൾ പറയും പോലെ എന്തോരം വിശുദ്ധനായി ജീവിക്കാമോ അത്രയും വിശുദ്ധനായി ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുപോലെ ഈ കൂട്ടായ്മയോടും ദൈവമക്കളോടും ചേർന്ന് നിൽക്കണം. എന്നിൽ കൂടെ കണ്ട ദൈവാക്കളെ എനിക്ക് നേടണം. അതിനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.